ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ഉത്തരവുടൻ ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു, ഏത് ബെഞ്ചാണ് പരിഗണിക്കുന്നത്? ഒപ്പം ഏത് തരത്തിലുള്ള ഉത്തരവായിരിക്കും? അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമാകുമോ ഉത്തരവ് എന്ന പ്രതീക്ഷയിലാണോ AAP നേതാക്കൾ? വിനിഷ, ഇന്ന് അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ദില്ലി ഹൈക്കോടതിയിൽ നടന്നത്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും അത് നിയമാനുസൃതമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി നൽകിക്കൊണ്ട് എൻഫോഴ്സ്മെന്റിനെതിരെ വലിയ വിമർശനങ്ങൾ കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഇന്ന് ഹൈക്കോടതിയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. കെജ്രിവാളിനെതിരെ നിലവിൽ തെളിവുകളില്ല. ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഈ അറസ്റ്റ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുൻനിർത്തിക്കൊണ്ടുള്ള അറസ്റ്റ് അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റാണ്. നേരത്തെ കേസിൽ പ്രധാന കണ്ണിയെന്ന ശരത് റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കുകയും ജാമ്യം നൽകി വിടുകയുമാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശരത് റെഡ്ഡിയെ ഇത്തരത്തിൽ മാപ്പുസാക്ഷിയാക്കിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഇന്ന് കോടതിയിൽ കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചോദിച്ചിട്ടുണ്ട്. അതേസമയം കെജ്രിവാളിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്നൊരാവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഏകദേശം 3 ആഴ്ച സമയം വേണമെന്നൊരാവശ്യം എൻഫോഴ്സ്മെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറയാൻ മാറ്റിയത്. 4 മണിക്ക് ശേഷം വിധി പറയും എന്നതാണ് കോടതി അറിയിച്ചത്. ഇനിയിപ്പോൾ തൊട്ടടുത്ത ഏത് നിമിഷം വേണമെങ്കിലും വിധി വരാം. ആ വിധി ആം ആദ്മി അടക്കം വളരെ നിർണായകമായിട്ടാണ് നോക്കിക്കാണുക. വിനിഷ. ശരി, വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകി വന്നത്.